Hi all, welcome to Competitive Cracker. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ലോകവേദികളെ കുറിച്ചാണ്. ലോകവേദികൾ എന്ന് പറയുന്ന സമയത്ത് ഈ സമ്മിറ്റുകളൊക്കെ ഉണ്ടല്ലോ, G7 സമ്മിറ്റ്, G20 സമ്മിറ്റ്, ബ്രിക്സ്, അതുപോലെ കാലാവസ്ഥ ഉച്ചകോടി, പ്ലസ് കുറച്ച് പ്രധാനപ്പെട്ട മറ്റ് ലോക സമ്മിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരിക്കും, അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. സോ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ ഉച്ചകോടി 2024 വേദി എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ ഉച്ചകോടി 2024, നമ്മൾ 2024 ഈ വർഷത്തെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ 2024 ഈ ഒരു സമ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. നെക്സ്റ്റ് 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? അബുദാബിയിലാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? UAE-യിലുള്ള ഒരു എമിറേറ്റ് ആയിട്ടുള്ള അബുദാബിയിലാണ് 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആക്കാനുള്ള കാരണം, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, G7 രാജ്യങ്ങളുടെ 50ാമത് വാർഷിക ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? ഇറ്റലിയിലെ അപുലയിലെ ഫസാനോ നഗരത്തിലാണ്. അപ്പോൾ ഈ G7 ഉച്ചകോടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023, അതായത് കഴിഞ്ഞ വർഷം G7 ഉച്ചകോടി നടന്ന സ്ഥലം ജപ്പാനിലെ ഹിരോഷിമയാണ്. 2023 ആ ഒരു മീറ്റിംഗ് നടന്ന സ്ഥലം. 24 ഇറ്റലിയാണ്. G7 ഉച്ചകോടി 2024 ഇറ്റലിയാണ്, അപുലയിലെ ഫസാനോ നഗരത്തിൽ. ഇനി ക്വാഡ് സമ്മിറ്റ്. ഓക്കെ, ക്വാഡ് സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, അതുപോലെ ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഈ 4 രാജ്യങ്ങൾ. ക്വാഡ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി സയൻസ് ലാംഗ്വേജിൽ 4 എന്ന. അപ്പൊ ഈ 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ക്വാഡ് എന്ന് പറയുന്നത്. സോ 2024 ക്വാഡ് സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? USA ആണ്, അമേരിക്കയാണ് 2024 ക്വാഡ് സമ്മിറ്റിന്റെ വേദി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ G7 രാജ്യങ്ങളുടെ 50ാമത് വാർഷിക ഉച്ചകോടി. അതെവിടെയാണ്? ഇറ്റലിയിലെ ഫസാനോ നഗരത്തിലാണ്. അടുത്തത് 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനം അതെവിടെയാണ്? ചിലിയിലാണ്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ചിലിയിലാണ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലാൻഡ്സ് ആണ്. അപ്പോൾ 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലാൻഡ്സിലാണ്. 2024 യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ബാക്കു, അസർബൈജാൻ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ COP29 എന്നാണ് 2024 കാലാവസ്ഥ ഉച്ചകോടി അറിയപ്പെടുക. അപ്പൊ COP28 അഥവാ 2023 കാലാവസ്ഥ ഉച്ചകോടി നടന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ദുബായ് ആണ്. ദുബായ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 24 കാലാവസ്ഥ ഉച്ചകോടി COP29 എവിടെയാണ്? ബാക്കു, അസർബൈജാനും. 2025 30ാമത്തെ COP13 സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? ബ്രസീലുമാണ്. അപ്പൊ 3 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 23 ദുബായ് COP28 സമ്മേളനം, COP28 ദുബായിൽ. ഓക്കെ, COP29 ബാക്കു, അസർബൈജാൻ. COP13 അഥവാ 2025 അടുത്ത വർഷത്തെ കാലാവസ്ഥാ സമ്മേളനം ബ്രസീലിലാണ് നടക്കുന്നത്. താഴത്തെ പോയിന്റ് ആയിട്ട് തന്നെ ഉണ്ട്, 2025 COP13 ഉച്ചകോടി വേദി ബ്രസീലിലാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷനായ ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ 2024 വേദി എവിടെയാണ്? കാലിഫോർണിയയാണ്. അപ്പൊ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷനായ ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ 2024 വേദിയായ അമേരിക്കൻ നഗരം ഏതാണ്? കാലിഫോർണിയയാണ്. അടുത്ത 24ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? കസാക്കിസ്ഥാനാണ്. അപ്പൊ 2024
24ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്നത്. സോ അതിന്റെ വേദി എവിടെയാണ്? കസാക്കിസ്ഥാനിലാണ്. 79ാമത് ഭാവി ഉച്ചകോടി അതെവിടെയാണ്? ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? USA-ലാണ്. 2024 79ാമത് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? USA-ലാണ്. 2024 79ാമത് ഭാവി ഉച്ചകോടി എവിടെയാണ്? അത് USA-ലാണ്. ഫ്യൂച്ചർ സമ്മിറ്റ് വേദി USA-ലാണ്. 2024 79ാമത് ഭാവി ഉച്ചകോടി ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? USA-ലാണ്. നെക്സ്റ്റ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് ബ്രിക്സ് സമ്മേളനം എന്ന് പറയുന്നത്. ബ്രിക്സ് ബ്രിക്സ് സമ്മേളനം എന്ന് പറയുന്നത്. സോ ബ്രിക്സ് 2024 അതിന്റെ വേദി എവിടെയാണ്? കസാൻ ആണ്. കസാൻ റഷ്യയാണ്. റഷ്യയിലെ കസാനാണ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. 2023 ബ്രിക്സ് ഉച്ചകോടി. ബ്രിക്സ് ഉച്ചകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഈ 5 രാജ്യങ്ങളായിരുന്നു ഇതിന്റെ സ്ഥാപകാംഗങ്ങൾ. പിന്നീട് ഇതിലേക്ക് 5 രാജ്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 10 മെമ്പേഴ്സ് ആണ് ബ്രിക്സിലുള്ളത്. സോ ബ്രിക്സിന്റെ 2024 സമ്മേളനം എവിടെയാണ്? കസാൻ റഷ്യയാണ്. 23 നമ്മുടെ സൗത്ത് ആഫ്രിക്ക. 2024 ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചകോടി എവിടെയാണ്? ഉഗാണ്ടയിലാണ് നടക്കുന്നത്. 2024 ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചകോടി ഉഗാണ്ടയിലാണ് നടക്കുന്നത്. നമ്മൾ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. 2024 G20 ഉച്ചകോടി. G20 ഉച്ചകോടിയുടെ 2019 വേദി എന്ന് പറയുന്നത് 19 2023 വേദി എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു. G20യുടെ 2023 വേദി ഇന്ത്യയായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ആഫ്രിക്കൻ യൂണിയൻ ഈ G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് മാറുന്നത് അല്ലേ. ഇപ്പൊ നിലവില് 21 മെമ്പേഴ്സ് ആണ്. അതായത് 19 രാജ്യങ്ങളും 2 യൂണിയനും, ഒന്ന് യൂറോപ്യൻ യൂണിയനും മറ്റൊന്ന് ആഫ്രിക്കൻ യൂണിയനും. ഇങ്ങനെ 21 രാജ്യങ്ങളാണ് ഈ G20യുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ 2024 G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്നത്. 23 നമ്മുടെ ഇന്ത്യയിലായിരുന്നു. അതുപോലെ തന്നെ തലസ്ഥാനമല്ലെങ്കിലും 2 കാര്യം കൂടി ശ്രദ്ധിക്കുക. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ്? സൗദി അറേബ്യയാണ്. കിങ്ഡം ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആ ഒരു വേദി എന്ന് പറയുന്നത്. അതുപോലെ ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിന്റെ അതിന്റെ വേദി എന്ന് പറയുന്നത് ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് എന്ന് പറയുന്ന നഗരമാണ് 2024 ലോക പുസ്തക തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 23 ഇന്ത്യയാണ്. 2024 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യയാണ്. 23 അത് ഐവറി കോസ്റ്റ് ആയിരുന്നു. ദെൻ അതുപോലെ തന്നെ വേൾഡ് ബുക്ക് ഡേയുടെ ആ ഒരു 24 ആ ഒരു ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ലോകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമ്മിറ്റുകളുടെ വേദികളാണ് നമ്മൾ. അത് ചില ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളുടെ, അതായത് സമ്മിറ്റുകളുടെ നമ്മൾ 23 24 അപ്കമിങ് ഇയറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ അത് പഠിക്കുക. പിന്നെ നമ്മൾ വിവിധ വിഷയങ്ങളുടെ സെറ്റ് എക്സാം അതുമായി ബന്ധപ്പെട്ട് ഒരു 90 ദിവസത്തെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പേപ്പറിന്റെ ആ ഒരു സെറ്റ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 90 ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ്. അതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ഇപ്പോൾ ജനറൽ പേപ്പർ ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ ടോപ്പിക് പേപ്പർ ആണെങ്കിലും 2 പേപ്പറിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല ശതമാനം മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മുൻ വർഷങ്ങളെല്ലാം നല്ല റിസൾട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മളേത്. ഇതുപോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ആ ഒരു ക്ലാസ്സുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇപ്പോൾ ഹോസ്റ്റ് മാത്രമാണ്, നമ്മൾ വേൾഡ് ഹോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട്
ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് ഈ ജനറൽ പേപ്പറിൻ്റെ ഭാഗത്ത് പലർക്കും ഒരു ബുദ്ധിമുട്ടാവുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ സെറ്റ് എക്സാമിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താലേ നമ്മൾ ആ ഒരു ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ ആവശ്യമുള്ള ആ ഒരു വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.